പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായി നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയും ഇപ്പോൾ എൻ്റെ ശരീരത്തിൽ സ്വാമി വിഷ്ണുമായ സ്വാമി ശരീരത്തിൽ വന്ന് പോകുന്നതായിട്ടുള്ള വീഡിയോസ്, അതായത് ഭയങ്കരമായിട്ടുള്ളൊരു വൈബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു വൈബ്രേഷൻ, ബോഡി മൊത്തമായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നു. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ്, പലതരത്തിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതായിട്ടുള്ള വീഡിയോസ്, അത് ആൾക്കാർ കണ്ടിട്ട് അതിൽ പോസിറ്റീവായിട്ടുള്ള കമൻസും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള കമൻസുകളൊക്കെ ആൾക്കാർ ഇടുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല. അപ്പോൾ ഇത് ഇടുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ളൊരു അവയർനെസ് എന്തായാലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത്. അറിവില്ലായ്മ ഒരിക്കലും ഒരു വ്യക്തിയുടെയും കുറ്റമല്ല. അപ്പോൾ ഈ കമൻ്റ് ഇടുന്ന വ്യക്തികൾക്ക് എത്രത്തോളം സ്പിരിച്വൽ എനർജി അല്ലെങ്കിൽ ഈ കുന്തളിനി, ഈ ചക്രാസ്, ഇതിനെക്കുറിച്ചൊക്കെ എത്രത്തോളം അവെയറാണ്, വാട്ട് ഈസ് ദ പ്രോസസ് ബിഹൈൻഡ് ദിസ്, ദാറ്റ് ദേ ഡസൻ നോ ആക്ച്വലി. If they want to know about this type of energies, if it is the energies is exist, what will happen human body, what will be the reactions, the kundalini rising time, what will happen the whole body, അങ്ങനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ we have to know about what will happen if our Kundalini is raised, our chakra is activated. We have to learn that. Lot of opportunities. ഗൂഗിളിൽ നമുക്ക് നോക്കാം, യൂട്യൂബിലൊക്കെ നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. എന്താണ് കുന്തളിനി? മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. നിങ്ങൾക്ക് ഏതാണ് പ്രിഫേർഡ് ആയിട്ടുള്ള ലാംഗ്വേജ്, അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒരു വ്യക്തിയുടെ കുന്തളിനി റൈസ് ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി ഉണ്ടാകുന്നത്? അപ്പോൾ അവരിലുണ്ടാകുന്ന വൈബ്രേഷൻസ് ചിലപ്പോൾ സിഗ്സാഗ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബെൻഡ് ചെയ്യുന്ന രീതിയിൽ, ഇങ്ങനെയുള്ള പലതരത്തിലുമുള്ള ബോഡി ഷിവറിങ്, ഹൈ ഷിവറിങ് ഒക്കെയും ചിലപ്പോൾ സംഭവിക്കും. വൈബ്രേഷൻ ഭയങ്കരമായിട്ട് വരും, നമ്മൾ വൈബ്രേറ്റഡ് ആവും. അപ്പോൾ ഇത് വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് പറയാൻ കാരണം. ഇപ്പം നമ്മൾ വിഷ്ണുമായ ക്ഷേത്രങ്ങളിലോ പലതരത്തിലുള്ള ഇങ്ങനെയുള്ള തുള്ളലൊക്കെയുള്ള അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കൈകളിൽ അതിനനുസൃതമായിട്ടുള്ള പലതരത്തിലുള്ള ഈ പറയുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ചിലപ്പോൾ തുള്ളാൻ ഉപയോഗിക്കുന്നത് പലതരത്തിൽ, അല്ലെങ്കിൽ അവരുപയോഗിക്കുന്ന ആഭരണം, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന, തുള്ളാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള സൗണ്ടുകളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നുള്ളൂ. അപ്പോൾ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ എന്താ ചിന്തിക്കുക, അത് ഫേക്കാണോ എന്നൊക്കെയും ആൾക്കാർ ചിന്തിക്കാം. സ്വാഭാവികമാണ്. ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ എന്താണ് ഒരു എനിമലിൻ്റെ സൗണ്ടിലാണല്ലോ ചിലർ, അങ്ങനെ ഒരു മൃഗ ഭാഷയാണല്ലോ സംസാരിക്കുന്നതെന്നൊക്കെയും, ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെയും ശരിയാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. സ്വാഭാവികമാണ്. അത് നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യണം. ഇതൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. അല്ലാതെ വെറുതെ ഇങ്ങനൊരു കാര്യം കാണുമ്പോൾ എല്ലാതും ഭക്തിയുടെ മാർഗമായിട്ട് നമ്മൾ കാണരുത്. അതിനെ അവിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവിശ്വസിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യണേ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്താം. ഇങ്ങനെ ഉണ്ടാവുമോ, ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ ഒരു വ്യക്തി സംസാരിക്കുമോ, അല്ലെങ്കിൽ ആ വ്യക്തിയെ എന്തുകൊണ്ട് അവരിൽ നിന്ന് ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുമോ, അതിനെക്കുറിച്ച് പഠിക്കണം. ആ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അത് നിങ്ങളുടെ ബോഡിയിലും കൂടി നിങ്ങൾക്ക് സംഭവിക്കുമ്പോഴാണ് ഓക്കെ ഇങ്ങനൊരു കാര്യം തന്നെയാണല്ലോ എന്നിലും സംഭവിക്കുന്നത്. ഈ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ ഒരു തുള്ളൽ, ഒരു നൃത്തരൂപം, അത് നൃത്തമായിട്ട് കണക്ട് ചെയ്തത് കൊണ്ടാണ്. ഇപ്പം നമ്മൾ വിഷ്ണുമായ സ്വാമിയുടെ ആവുമ്പോൾ ഒരു നൃത്തരൂപത്തിലാണ് അതിൻ്റെ ഒരു വൈബ്രേഷൻസ് കാണിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, അത്രയും കുന്തളിനി റൈസ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന വൈബ്രേഷൻസ് ഉണ്ടാവുക, ഈ പറയുന്ന ലാംഗ്വേജസ് ഉണ്ടാവുക. അപ്പോൾ അത് വിഷ്ണുമായ സ്വാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സങ്കല്പം എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും സങ്കല്പമാണ്. നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ, നമ്മൾ നാളെ ജീവിച്ചിരിക്കുമോ എന്ന് പറയുന്നത് സങ്കല്പമാണ്. അത് നമ്മൾ ജീവിച്ചിരിക്കണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം അതെല്ലാ ദിവസവും നടക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വേറാണ്ട് ഒരു ദിവസം നമ്മൾ മരിക്കുന്നു. ശരിക്കും റിയൽ ആയിട്ടുള്ള കാര്യം എന്താണ്? മരണമാണ്. ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് മരിക്കാം. പക്ഷെ എല്ലാവരും മരിക്കുന്ന ആരും വിശ്വസിച്ച് നടക്കാറില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഫേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? മായ എന്ന് പറയും. നാളെയും ഞാൻ ജീവിച്ചിരിക്കും എന്ന് പറയുന്നത് ഒരു നുണയാണ്. ശരിക്കും എപ്പോൾ വേണമെങ്കിൽ ഈ നിമിഷം കഴിഞ്ഞാൽ മരിക്കാം.
അപ്പോൾ നമ്മൾ ഫേക്കിനെ മാത്രം വിശ്വസിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് മായയാണ് എന്ന് പറയാനുള്ളൊരു കാരണം. അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം, അവിടെ ഒരു വൈബ്രേഷൻസ് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ആ വൈബ്രേഷൻ ബോഡിയിൽ വർഷങ്ങളായിട്ട്, ഇപ്പം എൻ്റെ ബോഡിയിൽ ഇങ്ങനെയുള്ള വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള ഒരൊറ്റ രാത്രി കൊണ്ട് വന്നിട്ട് വൈബ്രേറ്റഡ് ആയിട്ട് നമ്മൾ തുള്ളുന്നതല്ല. ഇതുകൊണ്ടാണ് നമ്മൾ ആ തുള്ളുന്ന, ആ വൈബ്രേറ്റഡ് ആവുന്ന ആ ഒരു സംഭവം നമ്മുടെ ശരീരത്തിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു എനർജിയുടെ ഏതെങ്കിലും ഒരു അംശമായിട്ടുള്ള ഒരു എനർജിയാണ്. അത് വിഷ്ണുമായയുടെയും ചാത്തന്മാരുടെയും സങ്കല്പത്തിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്വഭാവം. ഞാൻ മദ്യപിക്കുന്ന ആളല്ല, ഞാൻ മുറുകുന്ന ആളല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ശക്തി നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ ഞാൻ കുറേ മദ്യം എടുത്ത് കഴിക്കുകയോ മുറുക്കാനെടുത്ത് ചവയ്ക്കുകയോ ചെയ്തിട്ടല്ല ആ രീതികളിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത്. അപ്പം നമുക്കൊരു അവയർനെസ് വരുമല്ലോ, ഇതെന്തുകൊണ്ട് എൻ്റെ ശരീരത്തിൽ ഉണ്ടാകുന്നു. അപ്പം നമുക്ക് മനസ്സിലാവണം, ഓക്കെ, ഇങ്ങനെ ഒരു എനർജിയെ, ഇങ്ങനെയുള്ള മൂലമന്ത്രങ്ങളും പലതരത്തിലുമുള്ള പൂജാവിധികളും ചെയ്യുമ്പോൾ അവിടെ ഒരു സാന്നിധ്യം വരുന്നു. എന്നിൽ ആ എനർജിയെ സ്വീകരിക്കാനുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഫ്രീക്വൻസി കറക്റ്റ് ആവുന്നു. അപ്പോൾ ആ എനർജി ബോഡിയിലേക്ക് വരുന്നു. അതിൻ്റേതായ സ്വഭാവങ്ങളും അതിൻ്റേതായ ബെനിഫിറ്റ്സ് നമുക്ക് ലഭിക്കുന്നു. ദർ ഈസ് എ ബെനിഫിറ്റ്. എന്താ ബെനിഫിറ്റ്? നമ്മൾ ഒരു ഹ്യൂമനാണ്, എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോകാനുള്ള ഒരു സാഹചര്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളൊരു ഹ്യൂമൻ ആയിട്ടുള്ളൊരു വ്യക്തിക്ക് എന്താണ്, ഈ ലൈഫിൽ ഹാപ്പിനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഹാപ്പിനെസ് എന്താണ്? കുറേ പൈസയാണോ? ഹാപ്പിനെസ് അല്ല. നല്ല ആരോഗ്യം മാത്രമാണോ? ഹാപ്പിനെസ് അല്ല. എല്ലാതും ഉണ്ടാവണം. നല്ല മനസ്സുകൾ ഉണ്ടാവണം. അതായത് ബുദ്ധിക്ക് പ്രോബ്ലം വരാൻ പാടില്ല, മൈൻഡ് ഔട്ട് ആവരുത്. നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, നമുക്ക് നല്ല എല്ലാ ബെനിഫിറ്റുകളുണ്ട്. പക്ഷേ നമുക്ക് ബുദ്ധിക്ക് സ്ഥിരതയില്ലെങ്കിൽ എന്തായി? നമ്മൾ ഭ്രാന്തനായി, നമ്മൾ ആർക്കും വേണ്ടാത്തവനായി. അപ്പോൾ ഇതെല്ലാ ബെനിഫിറ്റ്സിലൂടെ നമ്മൾ ഓരോ സമയം ജീവിക്കുകയും നല്ല ആയുസ്സും ആരോഗ്യത്തോടെയും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. സൗഖ്യമുണ്ടാവണം എല്ലാ കാര്യത്തിലും. അതിനാണ് എല്ലാവരും വെൽനെസ് എന്ന് പറയുന്നത്. ആ വെൽനെസ് നമുക്ക് ഉണ്ടാവണം. അതിന് ഒരു ഡിവൈൻ എനർജിയുടെ ഹെൽപ്പ് എന്തായാലും ഉണ്ടാവണം. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോസസ്സിൽ, നിങ്ങൾ ഏതെങ്കിലും റിലീജിയസ് ആയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രോസസ്സ് ചെയ്യുമ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ശുദ്ധീകരണങ്ങൾ തന്നെയാണ് നടക്കുന്നത്. അപ്പം അത്ര തന്നെയാണ് എൻ്റെ കാര്യങ്ങളിലും നടക്കുന്നുള്ളൂ. അപ്പോൾ യു ഹാവ് ടു നോ വെൽ വാട്ട് ഈസ് ഹാപ്പനിങ് വെൻ ദ കുന്തളിനി റൈസസ്. അപ്പോൾ നമ്മളത് കൃത്യമായി പഠിക്കുക. വൈ ദ ബോഡി ഈസ് വൈബ്രേറ്റിംഗ്, വാട്ട് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ ദ കുന്തളിനി റൈസ്. യു ഹാവ് ടു നോ ദിസ്, യു ഹാവ് ടു ലേൺ ദിസ് ആൻഡ് പ്രാക്ടീസ് ഇറ്റ്. ഇഫ് യു ആർ പ്രാക്ടീസിങ് വെരി വെൽ, യു ക്യാൻ ഫീൽ ഇറ്റ്, യു ക്യാൻ ഗെറ്റ് ദ റിസൾട്ട്സ്. ആ റിസൾട്ട്സ് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഞാൻ ചെയ്യുന്നതുമായിട്ടുള്ളതിനൊരു കമ്പാരിസൺ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ, ഓരോ ഹ്യൂമനിലും അത് ആക്ട് ചെയ്യുന്നത് ഈ രീതികളിലാണ്. അപ്പോൾ നിങ്ങളത് ആദ്യം അനുഭവിച്ചിട്ടല്ലേ അതിനെക്കുറിച്ച് ശരിയോ തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനതിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആണ്. എനിക്ക് അതിൻ്റേതായ ബ്ലെസ്സിങ് ഉണ്ട്, എനിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ അതിൻ്റേതായിട്ടുള്ള സമൃദ്ധിയുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരിലെ അത് എഡ്യൂക്കേറ്റ് ചെയ്യുന്നു. ആ ഒരു എനർജിയെ എങ്ങനെ യൂസ് ചെയ്യണം, ആ എനർജിയെ എങ്ങനെ ബാലൻസ് ചെയ്യണം, ആ എനർജിയെ എങ്ങനെ കൺട്രോൾ ചെയ്യണം, ആ എനർജിയെ എങ്ങനെ നമ്മൾ പരിപാലിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കണം. അത് ഒരൊറ്റ ദിവസം കൊണ്ടല്ല, വർഷങ്ങളോളമുള്ള അതിനെക്കുറിച്ച് നമ്മുടെ മെൻ്റലി നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരും, നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ ചേഞ്ചസ് വരും, നമ്മുടെ ബ്രെയിനിൽ എത്രത്തോളം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്ക് സ്കിൽസ് വരും. നമ്മുടെ തലച്ചോറിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ വലതുഭാഗം ഇടതുഭാഗം ഓരോന്ന് ആക്റ്റീവ് ആകുമ്പോൾ എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. നമ്മൾ സ്റ്റഡി നടത്തണം, ബ്രെയിനിനെ കുറിച്ച് സ്റ്റഡി നടത്തണം. യു ഹാവ് ടു ലേൺ വെൽ, ദെൻ കമൻറ്റ്. അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനുള്ള ബുദ്ധിയും ശക്തിയും ഉണ്ടാവണം. നിങ്ങളതറിയാതെ ചുമ്മാ ഫേസ്ബുക്കാണ്, ഇൻസ്റ്റാഗ്രാമാണ്, ഏത് തോന്നിയ കമൻറ്റും നിങ്ങൾക്ക് ഇടാൻ പറ്റി നിങ്ങൾ ഇട്ടോ. അതിനെ എന്നെ സംബന്ധിച്ചിടത്തോളം ആൻസർ ചെയ്യാനായിട്ട് ടൈമില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, പഠിച്ചിട്ട് വളരാം, നന്നായിട്ട് ബുദ്ധിയുള്ള ആവാം. പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് ബുദ്ധിയില്ലായ്മയാണ്. അപ്പോൾ ബുദ്ധിയുള്ള ഒരാളായിട്ട് മാറുക, അല്ലെങ്കിൽ എല്ലാവരും നിങ്ങളെ പൊട്ടന്മാരായിട്ട് കാണും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.